തറവാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം കേട്ടോ. ഒരു ഈസി മോരുകറി, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു മോരുകൂട്ടാൻ. അതിനുവേണ്ടി നമ്മളിവിടെ 1/2 ലിറ്റർ കേട് എടുത്തിട്ടുണ്ട്. മേടിച്ച കേട് വെച്ചാണ് നമ്മൾ മോരുകറി ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ ഇവിടെ നമ്മൾ വീട്ടിൽ തന്നെ പാൽ ഉറയൊഴിച്ചുണ്ടാക്കിയ നല്ല നാടൻ കട്ട തൈരും ഉണ്ട് കേട്ടോ. ഇതിലേത് വെച്ച് വേണമെങ്കിലും നമുക്ക് മോരുകറി ഉണ്ടാക്കാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോരുകറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പുളിപ്പുള്ള തൈരും പാടില്ല. അതുപോലെ തന്നെ പുളി ഒട്ടും ഇല്ലെങ്കിലും മോരുകറിക്കൊരു സ്വാദുണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ഇടത്തരം, ഒരു മീഡിയം പുളിപ്പുള്ള തൈരാണ് എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം, 3-4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1-2 വത്തലമുളക്, 2 തണ്ട് കറിവേപ്പില. ഇനി ഒരു 1/4 ടീസ്പൂൺ കണക്കാണ് വരുന്നത്. 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ ജീരകം എടുത്ത് ഒന്ന് ചതയ്ക്കാം. ഈ ചതച്ചെടുക്കുന്നതിന് ഇടിയറിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതിയാവും. ഈ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം. ഇങ്ങനെ ചതച്ചെടുക്കാനൊക്കെ മടിയുള്ളവർക്ക് അരിഞ്ഞിട്ടാലും മതിയാവും. പക്ഷേ ചതച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്തും കൂടെ കറിയിലേക്ക് ഒന്ന് ഇറങ്ങി ഇച്ചിരി കൂടെ സ്വാദുണ്ടാവും. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും നമ്മൾ ചതച്ചെടുത്തു. ഇനി നമുക്ക് തൈരൊന്ന് ഉടച്ചെടുക്കാം. നമ്മളിവിടെ ഒരു എഗ് ബീറ്റർ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. ഒരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ എങ്ങനെയെങ്കിലും ഉടച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിലൊന്നും പറ്റിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് മോരുകറിയാണല്ലോ. അപ്പോൾ മിക്സിയിലൊന്നും പറ്റിച്ച് സമയം കളയണ്ട. അതുപോലെ ഇതൊരു പച്ചമോരിൻ്റെ പരുവമൊന്നും നമ്മൾ ആക്കുന്നില്ല. ആ കട്ട തൈരൊന്നും ഉടച്ചെടുക്കുന്നതേ ഉള്ളേ. കടുക് പൊട്ടിക്കാനായിട്ടുള്ള ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ചെറിയ ഉള്ളി എപ്പോഴും കനം കുറച്ച് വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. വത്തലമുളക് കീറിയിടാം. കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇച്ചിരി കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ മോരുകറിക്കൊക്കെ ഒരു പ്രത്യേക സ്വാദല്ലേ. 2 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. തീ ഓൺ ചെയ്ത് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1.5 ആയാലും മതിയാവും. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടാകണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇടാവുള്ളൂ. കാരണം കടുക് പൊട്ടുന്നതിൻ്റെയൊക്കെ ആ ഒരു പരുവം അനുസരിച്ചിരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കാരണം ഉലുവ പൊട്ടാൻ ഇച്ചിരി താമസം എടുക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ എണ്ണയിൽ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഉലുവ നമ്മൾ കറിയിൽ കടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഒത്തിരി ഉലുവ പൊട്ടിക്കണ്ട. ഒരു കുറച്ച് ഉലുവ പൊട്ടിച്ചാൽ മതി. എന്നിട്ട് അവസാനം നമ്മൾ കറി വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് ഉലുവാപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് തൂളി കൊടുത്താൽ മതി. കടുക് ഉലുവായി നന്നായിട്ട് പൊട്ടി. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വത്തലമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതീയിലിടാം കേട്ടോ. ചെറുതീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതീയിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കണ്ടോ, ചെറുതായിട്ട് ഉള്ളിയുടെയൊക്കെ കളറ് മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറുതീയിൽ തന്നെ വേണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തീ ഓഫ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തീ ഓഫ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂട് പാത്രത്തിലേക്ക് തൈര് ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്ഥിരം ചെയ്ത് പരിചയമുള്ളവർക്ക് അത് കുഴപ്പമൊന്നുമില്ല. ചെറുതീയിൽ തന്നെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കഴിഞ്ഞ് ഉടനെ തൈര് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കിയാൽ മതി. കുറച്ച് വെള്ളം ആ പാത്രത്തിലുള്ള തൈരൊന്ന്
ഒന്ന് പോരാനും മാത്രം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമില്ല, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളവർക്ക് ഒട്ടും വെള്ളം ചേർക്കണ്ട. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓൺ ചെയ്തിട്ട് ചെറു തീയിലിട്ടിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മോരുകറിയുടെ പാകം എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് നന്നായിട്ട് ആവി വരും. തിളയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കറി തിളയ്ക്കരുത്. തിളച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും. അപ്പം തിളയ്ക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനകത്തുനിന്ന് നന്നായിട്ട് ആവി വരും. അപ്പോൾ നമ്മളൊരു കൈ ഒന്ന് പിടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കൈ ഒന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആവി തട്ടും. അതാണ് അതിൻ്റെ ഒരു പരുവം കേട്ടോ. അപ്പം നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഉപ്പ് നമ്മൾ കറി വാങ്ങി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മളിവിടെ അങ്ങ് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ മോരുകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പച്ചമോരിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് എടുക്കുന്നില്ല. ആ കട്ട തൈര് ഒന്ന് ഉടച്ചെടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഉപ്പ് പാകത്തിനാണോ ഒന്നുകൂടി നോക്കാം. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറി കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തറവാട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം കേട്ടോ.